എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ ഇന്ന് പറയുന്നത് നമ്മുടെ ഒരു കൃഷിയിൽ ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് pH ബാലൻസിങ് എന്ന് പറയുന്നത്. അത് ജൈവ കൃഷിയാകട്ടെ രാസവള കൃഷിയാകട്ടെ ഏത് കൃഷിയിലാണെങ്കിലും ഏറ്റവും ഫണ്ടമെൻ്റലായിട്ട് വേണ്ട ഒന്നാണ് pH ബാലൻസിങ്. നമുക്കറിയാം, പരമ്പരാഗതമായി നമ്മൾ pH ബാലൻസ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കുമ്മായം അഥവാ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആയിരുന്നു. പക്ഷേ അതൊക്കെ നല്ലതാണ് എന്ന് ഓർത്തുകൊണ്ടുമാണ് പണ്ട് മുതലേ നമ്മളത് അങ്ങനെ പരമ്പരാഗതമായി ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ജൈവ കൃഷിയെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ, അതല്ലെങ്കിൽ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ പോയി ആധികാരികമായി അത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ്, നമ്മൾ എടുക്കുന്ന ഈ കുമ്മായം അഥവാ കാൽസ്യം ഹൈഡ്രോക്സൈഡ് നമ്മുടെ മണ്ണിനെയും നമുക്കും ഒരുപാട് ദൂഷ്യങ്ങൾ ചെയ്യുന്നു. പ്രത്യേകിച്ച് പ്ലാന്റ്സിനും അവിടെ നമ്മുടെ മണ്ണിൽ വളരുന്ന സൂക്ഷ്മജീവികൾക്കും എല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലായി. പലതരം ദൂഷ്യങ്ങൾ ഉണ്ട് നമ്മൾ കുമ്മായം മണ്ണിലേക്ക് ഉപയോഗിച്ചുകൊണ്ടത്. അപ്പോൾ നമുക്ക് അത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആയിട്ടൊന്ന് നോക്കാം. ആദ്യമായിട്ട് തന്നെ കുമ്മായം അഥവാ കാൽസ്യം ഹൈഡ്രോക്സൈഡ് മണ്ണിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മണ്ണിൽ ഓൾറെഡി കുറേ വളമൊക്കെ ഉണ്ടാവും. നമ്മുടെ മണ്ണിൽ എന്തായാലും കുറേ വളം, ഈ വളം മുഴുവൻ നിർവീര്യമായി പോകുന്നു എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, മണ്ണിര ഉൾപ്പെടെ സൂക്ഷ്മജീവികളെല്ലാം ചത്തുപോകുന്നു. മൂന്നാമത്തെ പ്രശ്നം, മണ്ണിൻ്റെ pH പെട്ടെന്ന്, അതായത് നമുക്കറിയാം നമ്മുടെ മണ്ണിലൊക്കെ, അതായത് കേരളത്തിലെ മണ്ണിൽ ഭൂരിഭാഗവും മണ്ണിൻ്റെ pH 4.5-നും 5-നും ഇടയ്ക്കാണ്. ഇത് പെട്ടെന്ന് കയറി അത് 8, 9, 10 വരെയൊക്കെ പെട്ടെന്ന് കയറി പോകുന്നു. അത് ചെടികൾക്കെല്ലാം ഷോക്കാണ്. നാലാമത്തെ കാര്യം, ഇത് കയറി പോയിട്ട് പെട്ടെന്ന് തന്നെ അത് താന്ന് എത്രയിലായിരുന്നോ pH തുടങ്ങിയത്, ഞാൻ പറഞ്ഞു നമ്മുടെ മണ്ണിൻ്റെ pH 5, 4.5 അതിൽ തന്നെ വന്ന് നിൽക്കും. ഏതാണ്ട് 45 ദിവസം വരെ ഇത് ഗുണമുള്ളൂ. മനസ്സിലായോ? അതായത് നമ്മൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ് അഥവാ കുമ്മായി ഇടുമ്പോൾ പെട്ടെന്ന് ചെടിയുടെ മണ്ണിൻ്റെ pH കൂടി 9, 10, 11 വരെയൊക്കെ പോയിട്ട് പെട്ടെന്ന് തന്നെ അത് താന്ന് നമുക്ക് എത്രയിലാണോ ഇരുന്നത് അവിടെ വന്ന് അവസാനിക്കും. നമുക്ക് വേണ്ടത് pH 7 ആണ്. അതായത് ഒരു pH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഒരു അളവുകോലാണ്. ഓക്കെ, അതിനകത്ത് 0 മുതൽ 14 വരെ അടയാളപ്പെടുത്തിയിരിക്കുന്നു. അതിനകത്ത് 7 സെൻട്രൽ നില, 7 ന്യൂട്രൽ നില. 7 നിന്ന് താഴേക്ക് പോകും തോറും ഏത് സബ്സ്റ്റൻസിൻ്റെയും pH കുറഞ്ഞ് അത് അസിഡിക്കായി വരും. അതായത് ആദ്യമേ കുറച്ച് അസിഡിക്കാവും, പിന്നെ നമ്മൾ 3 ഒക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് അസിഡിക്കാവും. ശരിക്കും പറഞ്ഞാൽ 7 നിന്ന് 6 കുറച്ച് അസിഡിക്ക്, 5 കുറച്ച് അസിഡിക്ക്, പിന്നെ 4 കുറച്ച്, അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അസിഡിറ്റി കൂടി വരും, അതായത് pH കുറയും തോറും. ഇനിയും 7 സെൻട്രൽ നില, 7 ന്യൂട്രൽ നില. 7 നിന്ന് മുകളിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആൽക്കലൈൻ, സബ്സ്റ്റൻസ് ആൽക്കലൈനായി മാറും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത്, അതായത് ഒരു മണ്ണിൽ കൃഷി ചെയ്യുമ്പോൾ ഏത് ചെടിയും നല്ല രീതിയിൽ വളരാൻ ആ മണ്ണിൻ്റെ pH 7 ആയിരിക്കണം. മനുഷ്യ രക്തത്തിൻ്റെ pH 7, അതായത് രക്തത്തിനൊരു pH ഉണ്ട്, ആ 7 ആയിരിക്കും. 7 ശരിക്കും പറഞ്ഞാൽ 35 ആണ്. അതായത് ലിറ്റിൽ ആൽക്കലൈൻ ആണ്. അല്ലെങ്കിൽ അതിൽ നിന്ന്, അതായത് മനുഷ്യ ശരീരത്തിൻ്റെ രക്തം pH ബാലൻസ് ചെയ്യാനായിട്ട് നമ്മളുടെ എല്ലിൽ നിന്നും പല്ലിൽ നിന്നും എല്ലാം കാൽസ്യത്തെ വലിച്ചെടുത്ത് ബോഡി തന്നെ രക്തത്തെ ഒരു ബഫർ സൊല്യൂഷൻ ആക്കി നിർത്തുന്നു. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ pH കുറയുമ്പോൾ മനുഷ്യൻ കുഴഞ്ഞു വീണ് മരിക്കും. ഇതുപോലെ തന്നെ നല്ല രീതിയിൽ ഒരു മത്സ്യം വെള്ളത്തിൽ വളരാൻ വെള്ളത്തിൻ്റെ pH 7 ആയിരിക്കണം. അപ്പം 7 എന്നത് ഒരു ന്യൂട്രലാണ് pH. ആ ന്യൂട്രലാണ് എല്ലാം നല്ല രീതിയിൽ വളരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, കുമ്മായം ഇടുമ്പോൾ ഈ 7 എന്നുള്ളതിൽ നിന്ന് നമ്മൾ 8 ആകുന്നു, 9 ആകുന്നു, അതോടൊപ്പം തന്നെ 10 ആകുന്നു. അപ്പോൾ അതൊന്നും ചെടിക്ക് നല്ലതല്ല. നമുക്ക് വേണ്ടത് എപ്പോഴും 7 തന്നെ ആയിരിക്കണം. ഓക്കെ, വീണ്ടും നമ്മൾ മണ്ണിൽ, ഞാൻ പറഞ്ഞു, ഈ മണ്ണിലെ ഹെവി മെറ്റൽസ് എല്ലാം നമ്മൾ എപ്പോഴാണോ pH കുറയുന്നത്, ആ കുറയുന്ന മണ്ണിൽ ചെടികൾ വളരുമ്പോൾ മണ്ണിൽ നിന്നും ഹെവി മെറ്റൽസ് എന്ന് പറഞ്ഞാൽ പല ഹെവി മെറ്റൽസും നമ്മുടെ ബോഡിക്ക് ഹാനികരമാണ്.
അപ്പോൾ ചിലർ ചോദിക്കും ഞങ്ങളുടെ മണ്ണിലൊന്നും pH 7 ഇല്ലല്ലോ, പക്ഷേ നല്ല രീതിയിൽ പ്ലാന്റ്സ് ഒക്കെ വളരും. ഒരുപക്ഷെ കുറേയൊക്കെ വളർന്നേക്കാം, എങ്കിൽ അതിനുള്ള ദൂഷ്യമാണ് മണ്ണിലെ ആവശ്യമില്ലാത്ത, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെവി മെറ്റൽസിനെ മണ്ണിൽ നിന്ന് ചെടികൾ വലിച്ചെടുക്കുകയും അത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് വരികയും നമുക്ക് പല രീതിയിലുള്ള, ഇപ്പോൾ ലെഡ് പോലെയുള്ള ഹെവി മെറ്റൽസ്, ഇപ്പോൾ ഈ ചീരയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഹെവി മെറ്റൽസിനെ വലിച്ചെടുക്കുന്ന ഒരു വെജിറ്റബിളാണ് ചീര, ലെഡിനെ. ഈ ലെഡ് നമ്മുടെ ബോഡിയിലേക്ക് വരുമ്പം നമ്മൾ അറിയാതെ തന്നെ നമ്മൾക്ക് പലതരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഇതൊക്കെ സയൻറ്റിഫിക് ആയിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യം. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഈ ജൈവ കൃഷിയിലും ജൈവ രീതിയിലും pH ബാലൻസ് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്നത് കാൽസ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കക്ക, നമ്മൾ ഈ കുമ്മായം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കക്ക തന്നെ പൊടിച്ചുണ്ടാക്കുന്നതാണ് നമ്മളുടെ pH ബൂസ്റ്ററിലെ പ്രധാന ഘടകം, അതായത് കാൽസ്യം കാർബണേറ്റ്. അപ്പം കാൽസ്യം കാർബണേറ്റും മഗ്നീഷ്യവും ഓർഗാനിക് കാർബണും അതിൻ്റേതായ റേഷ്യോയിൽ കലർത്തി ഉണ്ടാക്കിയെന്ന ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റാണ് pH ബൂസ്റ്റർ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു കുമ്മായം അഥവാ കാൽസ്യം ഹൈഡ്രോക്സൈഡ് മണ്ണിലേക്ക് ഇടുമ്പോൾ ഉള്ള ദൂഷ്യഫലങ്ങളെക്കുറിച്ച്. എന്നാൽ നമുക്ക് pH ബൂസ്റ്റർ ഇടുമ്പോഴുള്ള ഗുണങ്ങളും കൂടി മനസ്സിലാക്കേണ്ടേ? അപ്പോൾ എന്താണ് അതിൻ്റെ ഗുണങ്ങളെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ പറഞ്ഞത് pH മണ്ണിലിടുമ്പോൾ മണ്ണിര ഉൾപ്പെടെയുള്ള സൂക്ഷ്മജീവികൾ എല്ലാം തന്നെ ചത്തുപോകുന്നു. എന്നാൽ നമ്മൾ pH ബൂസ്റ്റർ ഇടുമ്പോൾ മണ്ണിൽ സൂക്ഷ്മജീവികൾ ധാരാളം വളരുന്നു. അപ്പോൾ എന്തിനാണ് ഈ സൂക്ഷ്മജീവികൾക്ക് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും. നമ്മൾ മണ്ണിലിടുന്ന വളം ഒരിക്കലും ചെടി നേരിട്ടെടുക്കുകയില്ല. അതിനെ സൂക്ഷ്മജീവികളുണ്ട്. ആ സൂക്ഷ്മജീവികൾ നമ്മളിടുന്ന വളത്തിനോട് പ്രവർത്തിച്ച് അതിൻ്റെ പോഷണങ്ങളാക്കി ചെടിക്ക് എടുക്കത്തക്ക രീതിയിലാക്കി കൊടുത്താൽ മാത്രമേ ചെടിക്ക് അതെടുക്കാൻ പറ്റുള്ളൂ, അത് വെള്ളത്തോട് ചേർത്ത്. അതാണ് അവിടെ സൂക്ഷ്മജീവികൾ വേണം എന്ന് പലതവണ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. സൂക്ഷ്മജീവികൾ ഇല്ലാത്ത ഒരു മണ്ണിൽ അതായത് നമ്മളിപ്പം പലപ്പോഴും രാസവളം മാത്രം ഉപയോഗിച്ച് വളരുന്ന ഒരു ഫീൽഡിലേക്ക് കുറച്ച് ജൈവവളം കൊണ്ട് ഇട്ട് കൊടുത്താലും പെട്ടെന്ന് അത് എടുക്കൂല. കാരണം ആ രാസവളം ഇട്ട മണ്ണിൽ സൂക്ഷ്മജീവികളെല്ലാം തന്നെ ചത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ മണ്ണിൽ പെട്ടെന്ന്, അതായത് ഗ്രാജുവലായിട്ടേ അവിടെ ജൈവവളങ്ങൾ എടുക്കത്തുള്ളൂ. കാരണം അവിടെ സൂക്ഷ്മജീവികൾ മണ്ണിര ഉൾപ്പെടെ വളരണം. അവ വളർന്നാലേ അത് ചെടിക്ക് എടുക്കത്തക്ക രീതിയിലാകുള്ളൂ. അപ്പോൾ ഈ സൂക്ഷ്മജീവികൾ, ഓരോ പറ്റം സൂക്ഷ്മജീവികൾ ഓരോ pHയിലാണ് വളരുന്നത്. ഫോർ എക്സാമ്പിൾ 7 വളരുന്ന സൂക്ഷ്മജീവികളെല്ലാം തന്നെ നമ്മുടെ ചെടിക്കും പ്രകൃതിക്കും ഉപകാരപ്രദമായതാണ്. 6 വളരുന്നത് വേറൊരു പറ്റം സൂക്ഷ്മജീവികളാണ്. അവ അത്ര തന്നെ ദോഷകാരികളാകണമെന്നില്ല. എന്നാൽ 5, 4 എന്നീ pHകളിൽ വളരുന്ന സൂക്ഷ്മജീവികളെല്ലാം തന്നെ ഫംഗസ്, വൈറസ്, ബാക്ടീരിയ ഇവയെല്ലാമാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മുടെ മണ്ണിലെ ഈ മുഴുവൻ pH കുറഞ്ഞ മണ്ണിലെ സൂക്ഷ്മജീവികൾ ഉപദ്രവകാരികളായതുകൊണ്ട് എപ്പോഴും ചെടികൾക്ക് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും? കുറച്ച് ഫംഗിസൈഡുകൾ കൊണ്ടുകൊടുക്കും. എന്നാൽ ഈ ഫംഗിസൈഡുകൾ കൊടുത്താലും അത് പെട്ടെന്ന് തന്നെ അതുകൊണ്ട് ഗുണം നഷ്ടപ്പെടുന്നു. വീണ്ടും വീണ്ടും തുടർച്ചയായിട്ട് ഫംഗൽ ഇൻഫെക്ഷൻ വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ പ്രധാന കാരണം ഈ അടിസ്ഥാനപരമായ മണ്ണിൽ ഇതുപോലെ pH കുറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. മനസ്സിലായോ? അപ്പോൾ നമുക്കറിയാം pH ബാലൻസിങ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തത് വേറൊരു പ്രശ്നം, നമ്മൾ മണ്ണിലേക്ക് കുമ്മായം ഇട്ടെന്നോർത്തോ. കുമ്മായം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും ഈ അതിൻ്റെ സ്റ്റെമ്മിൽ അല്ലെങ്കിൽ വേരിൽ ഈ കുമ്മായം മുട്ടിയാൽ അവിടെ പൊള്ളലേൽക്കുന്നുണ്ട്. കുമ്മായം നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റുമോ? ഇല്ല, കാരണം അതിന് ചൂടാണ്. ഈ ചൂട് നമ്മൾ ഡയറക്റ്റ് മണ്ണിലേക്ക് ഇടുമ്പോൾ ആ വേര് വെന്തു പോകുന്നു. ഈ വേര് വെന്തു പോകുന്നത് കൊണ്ട് തന്നെ അവിടെ കൂടി പെട്ടെന്ന് പലതരത്തിലുള്ള ഫംഗസുകൾ ചെടിക്ക് ഫംഗസ് വരികയും അത് അതല്ലെങ്കിൽ മഞ്ഞളിച്ച് പോവുകയൊക്കെ ചെയ്യും. എന്നാൽ നമ്മുടെ pH ബൂസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കൈകൊണ്ട് തൊടാം. കാരണം
അത് തണുത്ത ഒരു ഇതാണ്, ഒരു കുഴപ്പമില്ല. അത് നമുക്ക് വളത്തിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. മറ്റേ കുമ്മായം ഇടുമ്പോൾ എന്താണ്, 15 ദിവസമെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം ഈ നമ്മൾ ഇടുന്ന വളത്തെ എടുക്കണമെങ്കിൽ അവിടെയുള്ള സൂക്ഷ്മജീവികളൊക്കെ ഒന്ന് റെഡിയായി വരണമെങ്കിലും 15 ദിവസം മിനിമം എങ്കിലും വെയിറ്റ് ചെയ്ത ശേഷം മാത്രമേ നമുക്ക് വളമിടൂ. പക്ഷേ pH ബൂസ്റ്ററിൻ്റെ കൂടെ തന്നെ നമുക്ക് വളവും ഇട്ടു പോകാം. കാരണം അത് സൂക്ഷ്മജീവികളും സൂക്ഷ്മ മൂലകങ്ങളും എല്ലാം അടങ്ങിയത്. അപ്പോൾ എന്തുകൊണ്ടാണ് സൂക്ഷ്മ മൂലകങ്ങൾ ഇത്രയും ഉണ്ടെന്ന് പറയുന്നതെന്ന് പറയാം. അതായത് നമ്മുടെ പ്രകൃതിയിലെ എല്ലാ സൂക്ഷ്മ മൂലകങ്ങളും, നമ്മുടെ പ്രകൃതിയിൽ പല സൂക്ഷ്മ മൂലകങ്ങളും ഇല്ലാത്ത ഒരവസ്ഥയാണ്. കാരണം ബോറോൺ പോലെയൊക്കെ ഉള്ള സൂക്ഷ്മ മൂലകങ്ങളുടെ ഡെഫിഷ്യൻസി എന്നും കാണിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഈ സൂക്ഷ്മ മൂലകങ്ങളെല്ലാം പ്രകൃതിയിൽ നിന്ന് ഒലിച്ച് വന്ന് വീഴുന്നത് എവിടെയാണ്? കടലിലാണ്, അല്ലേ? അപ്പോൾ കടലിലെ എല്ലാത്തിലും പ്രകൃതിയിലെ എല്ലാ മൂലകങ്ങളും സൂക്ഷ്മ മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദയാൽ സാർ പറയുന്നത്, കടലിനെ കരയ്ക്കെടുക്കുന്നതാണ് നമുക്ക് pH ബൂസ്റ്റർ. കടലിനെ കരയിലേക്ക് കൊണ്ടുവരുന്നതാണ്, അതായത് കടലിനെ കൃഷിയിടങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് pH ബൂസ്റ്റർ. അപ്പോൾ ഈ pH ബൂസ്റ്റർ നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ കടലിലെ വെള്ളത്തിൽ പോലും, അതായത് കടലിലെ വെള്ളത്തിനകത്ത് നമ്മൾ 30 ഇരട്ടി സാധാരണ വെള്ളവും കൂടി കൂട്ടിക്കലർത്തി ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ ചെടികൾക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവും, നല്ല രീതിയിൽ കായ്ഫലം ഉണ്ടാവും, നല്ല രീതിയിൽ പൂക്കളും ഉണ്ടാവും. കാരണം അവിടെ എല്ലാവിധ സൂക്ഷ്മ മൂലകങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ കാരണം. അപ്പം ഞാൻ പറഞ്ഞു, കടലിലെ പായലുണ്ട്, സർഗാസം സീവീഡ് എന്ന് പറഞ്ഞ പ്രത്യേകതരം പായലിലും എല്ലാ സൂക്ഷ്മ മൂലകങ്ങളും ഉള്ളതായിട്ട് കണ്ടു. അതുകൊണ്ട് തന്നെ കടലിലെ മുരിങ്ങക്കൊക്കെയാണ് നമ്മൾ pH ബൂസ്റ്ററിൽ ഉപയോഗിക്കുന്നത്. അതിലും എല്ലാ സൂക്ഷ്മ മൂലകങ്ങളും, അതോടൊപ്പം തന്നെ എന്താണ്, സൂക്ഷ്മജീവികൾ. നമുക്ക് ഞാൻ പറഞ്ഞു ഇത് 7 ആ pH, കക്കയുടെ pH. നമുക്ക് കാൽസ്യം കാർബണേറ്റ് അഥവാ കടലിലെ കക്കയുടെ pH 7. അപ്പം 7 ആ ഇതിൽ വളരുന്ന സൂക്ഷ്മജീവികളും നമുക്ക് ഉപകാരപ്രദമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മൾ pH ബൂസ്റ്ററിൻ്റെ ഇമ്പോർട്ടൻസ് ഇത്രയും വലുതായിട്ട് നമ്മൾ അവിടെ യൂണിവേഴ്സിറ്റിയിലും നമുക്ക് പറഞ്ഞു തന്നും പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തോരം ഗുണങ്ങളാണ് നമ്മൾ ഈ pH ബൂസ്റ്റർ കൊണ്ടുകൊടുക്കുന്നത്. അപ്പോൾ pH ബൂസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, കാൽസ്യം കാർബണേറ്റ് അഥവാ കക്ക, പിന്നെ ഓർഗാനിക് കാർബൺ. കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൽ ഏറ്റവും കൂടുതൽ വേണ്ട ഒന്നാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിലൊക്കെ 0.5 താഴെയാണ് കാർബൺ ഉള്ളത്. കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, കറുത്ത കളറ് ആയിട്ടുള്ള മണ്ണൊക്കെ എപ്പോഴും കറുത്ത് വരണം. നമ്മുടെ മണ്ണൊക്കെ എപ്പോഴും ചുമന്നാണ് വരുന്നത്. അപ്പോൾ കറക്കണത്, കറുത്ത നിറം കൊടുക്കുന്നതാണ് കാർബൺ. അപ്പോൾ കാൽസ്യം കാർബണേറ്റ്, ഓർഗാനിക് കാർബൺ, അതോടൊപ്പം തന്നെ ചെടിക്ക് വേണ്ട ഏറ്റവും വലുത് ഒന്നാണ് മാഗ്നീഷ്യം. മാഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ചെടികളിൽ മഞ്ഞ നിറം, ഇലകൾ മഞ്ഞളിച്ച് വരുന്നതില്ലേ. 3 കാരണങ്ങൾ കൊണ്ടുപോകാം. ഒരുപക്ഷെ ഭയങ്കര വെയിൽ കൊണ്ടാലും ചെടികളുടെ ഇലകൾ മഞ്ഞളിക്കാം, അതല്ലെങ്കിൽ മാഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് മഞ്ഞളിക്കാം, അതല്ലെങ്കിൽ ചെടികളിൽ ഫംഗസ് ബാധ ഉണ്ടെങ്കിലും ഇലകൾ മഞ്ഞളിക്കാം. അപ്പോൾ ഇതുപോലെ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ, മാഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് മഞ്ഞളിക്കുന്ന ഇതുണ്ട്, അത് എല്ലാം വ്യത്യാസം. പിന്നെ നൈട്രജൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടും മഞ്ഞളിക്കാം, പക്ഷേ അത് ഇലകളുടെ ഏറ്റവും അടിഭാഗത്തെ ഇലകളിലായിരിക്കും മഞ്ഞളിപ്പ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ മഞ്ഞളിപ്പ് ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം ചെടികളിൽ മഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡറി ന്യൂട്രീഷനാണ്. അതായത് ഒരു ചെടിക്ക് വേണ്ട ഏറ്റവും, നമ്മൾ 3 ഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വേണ്ടത് അതാണ് പ്രാഥമിക മൂലകങ്ങൾ, അതായത് നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് പൊട്ടാസ്യം. രണ്ടാമത് അതിലും കുറച്ച് താഴെ തന്നെ വേണ്ടതാണ് കാൽസ്യം, മഗ്നീഷ്യം ആൻഡ് സൾഫർ. അപ്പം അതിനകത്ത് വേണ്ട കാൽസ്യത്തിനെയും മഗ്നീഷ്യത്തിനെയും നമുക്ക് ഇത് കൊടുക്കുന്നത് കൊണ്ട് ചെടിക്ക് ലഭിക്കുന്നു. അപ്പോൾ ഇപ്പോൾ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഏറ്റവും കൂടുതൽ വരുന്ന ഒന്നാണ് തണ്ടുതുരപ്പൻ പോലത്തെ കീടം. കണ്ടോ, പലപ്പോഴും പല ചെടികളിലും ഏറ്റവും കൂടുതൽ വരുന്ന ഒന്നാണ് തണ്ടുതുരപ്പൻ. ഈ തണ്ടുതുരപ്പൻ വരുന്നത് കട്ടിയില്ലാഞ്ഞിട്ടാണ്, സ്റ്റെമ്മിന് കട്ടിയില്ല. ഇപ്പോൾ ഒക്കെ ഒത്തിരി പേരുടെ ഒരു പ്രശ്നമായിട്ട് വരുന്ന ഒന്നാണ് ഓലകൾ, തെങ്ങിൻ്റെ ഓലകൾ ഒടിഞ്ഞ് വരിക, ഇല്ലേ? അതൊക്കെ കാൽസ്യത്തിൻ്റെ. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുമ്പോൾ വാഴയുടെ കുരു, ഏറ്റവും കൂമ്പല, അത് ചുരുണ്ട് തന്നെ ഇരിക്കും, നിവരത്തില്ല, ഉരുണ്ട് തന്നെ. അതെല്ലാം കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി. അപ്പോൾ
കാൽസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് തന്നെ ആവശ്യമുള്ളത് പോലെ തന്നെ ചെടികൾക്ക് വേണ്ട ഏറ്റവും വേണ്ട ഒന്നാണ്. അപ്പം നമ്മൾ ഈ pH ബൂസ്റ്റർ കൊടുക്കുന്നതുകൊണ്ട് മണ്ണിൻ്റെ pH ബാലൻസ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, ചെടികൾക്ക് വേണ്ട സെക്കൻഡറി ന്യൂട്രീഷൻസായ കാൽസ്യവും മഗ്നീഷ്യവും ചെടിക്ക് കൊടുക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ നമ്മൾ pH ബാലൻസ് ചെയ്യുന്നതിൻ്റെ പ്രധാന ഇമ്പോർട്ടൻസ് മനസ്സിലായി കാണുമെന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, കുമ്മായം മണ്ണിലിടുമ്പോൾ pH കൂടി ഒരു 11ലേക്കൊക്കെ വന്നിട്ട് പിന്നെ കുറഞ്ഞ് അത് എത്രയിലായിരുന്നോ അവിടെ വന്ന് നിൽക്കും. എന്നാൽ pH ബൂസ്റ്റർ കൊടുത്താലത്തെ ഗുണം പയ്യെ 4.5 നിന്ന് പൊങ്ങി എത്രയും വരും? 7 വരും. 7 ആയിക്കഴിഞ്ഞാൽ പിന്നെ മണ്ണുമായിട്ട് അത് പ്രവർത്തിക്കത്തില്ല. പിന്നെ അത് അവിടെ കിടക്കും. പിന്നെ 7 തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അതാണ് ഏറ്റവും വലിയ കാര്യം. രണ്ടാമത്തെ കാര്യം, pH ബൂസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നല്ല പൊടിയുണ്ട്, പിന്നെ കുറച്ച് തരികളായിട്ടുള്ളവയുണ്ട്, പിന്നെ കുറച്ച് നല്ല വലിയ തരികളുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യമേ തന്നെ നമ്മൾ മണ്ണിലേക്ക് ഇട്ട് കൊടുക്കുമ്പം ആ ഏറ്റവും തരി മാത്രം മണ്ണുമായിട്ട് പ്രവർത്തിച്ച് അവിടെ pH ബാലൻസ് ചെയ്യും. രണ്ടാമത് അത് അവിടെ എന്നിട്ട് 7 ആയി കഴിയുമ്പോൾ പ്രവർത്തനം നിൽക്കും. മണ്ണുമായിട്ടുള്ള പ്രവർത്തനം നിന്നിട്ട് അത് അവിടെ കിടക്കും. പിന്നെ എപ്പോഴാണോ മണ്ണിൻ്റെ pH കുറയുന്ന അപ്പം അടുത്ത ചെറിയ ഇതുണ്ടല്ലോ തരികൾ, അതുമായിട്ട് പ്രവർത്തിക്കും. അങ്ങനെ പിന്നെ കിടക്കും. പിന്നെ ഒരുവിധം വലിയ അതൊക്കെ പതുക്കെ ഗ്രാജുവലായിട്ട് ഏതാണ്ട് 1-1.5 വർഷം വരെ ഈ pH ഒരേപോലെ ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ pH ബൂസ്റ്റർ ഉപയോഗിക്കുന്നതുകൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ pH ബൂസ്റ്റർ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ. മനസ്സിലായി കാണുമെന്ന്. പിന്നെ ന്യൂട്രീഷൻസ് വാല്യൂ എത്രയാണെന്ന് ചോദിക്കും. 104 pH ബൂസ്റ്ററിൻ്റെ ന്യൂട്രീഷൻ വാല്യൂ. പിന്നെ നമ്മൾ ഇടുന്ന വളത്തെ ചെടികൾക്ക് എടുക്കാൻ സാധിക്കുന്നത് pH 7 ആയിരിക്കുമ്പോൾ മാത്രമാണ്. അപ്പോൾ pH ബാലൻസ് ചെയ്യാൻ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് ശരിക്കും വ്യക്തമായി കാണാൻ പറ്റും ചെടികളുടെ ഇലകൾക്കുള്ള മാറ്റം. നല്ല പച്ചയായിട്ടുള്ള ഇലകൾ നല്ല വലിപ്പത്തിലുണ്ടായി വരും pH ബൂസ്റ്റർ. പിന്നെ നമ്മൾ ഇടുന്ന വളത്തെ പലപ്പോഴും പലരും പറയുന്നത്, ഞങ്ങൾ ഇട്ടപ്പോൾ തന്നെ മണ്ണിൽ ധാരാളം വളങ്ങൾ ഓൾറെഡി കിടക്കുന്നുണ്ടാവും. അത് ചെടിക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കത്തില്ല. പക്ഷേ ഈ pH ബൂസ്റ്റർ മാത്രം ഇട്ട് കൊടുത്താൽ മതി, പെട്ടെന്ന് ചെടി ആ വളത്തെ എടുക്കാനും ചെടി പെട്ടെന്ന് ഗ്രോത്തും അതോടൊപ്പം ഏത് സ്റ്റേജാണോ ചെടിയുടെ പ്രായവും കാലവും അനുസരിച്ച് അതിനുള്ള മാറ്റങ്ങൾ പ്രകടമായി തന്നെ നമുക്ക് കാണാനായിട്ടും സാധിക്കുന്നു. പിന്നെ pH ബൂസ്റ്റർ നമുക്ക് ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഏതാണ്ട് ഒരു ഏക്കറിലേക്ക് നമ്മളിപ്പം ഏക്കർ കണക്കാണെങ്കിൽ ഒരു ആദ്യത്തെ തവണ ഇടുമ്പോൾ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ എക്കോ സിസ്റ്റം തന്നെ പതുക്കെ ശരിയാകുമ്പോൾ കുറച്ച് ആദ്യത്തെ തവണ എന്നാലും ഏറ്റവും കുറഞ്ഞ ഒരു 350 കിലോ എങ്കിലും ഒരു ഏക്കറിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതാണ്. എന്നാലേ pH നമ്മുടെ കേരളത്തിലെ ബാലൻസ് ചെയ്ത് വരികയുള്ളൂ.